fact have been taken into custody, the captain and two other crew members. Remember, the Kerala police team had interrogated these crew members who had allegedly killed two Indian fishermen on Wednesday. In fact, they were asked to surrender earlier this morning, but that didn't happen. And we do know that just a short while back, officials from both countries met, and after a lot of pressure, we do know now that they have surrendered. They've been taken into custody. Italian വംശജങ്ങൾ കേസിൽ വിശദമായി ഇന്ന് രാവിലെ കമ്മീഷണറും കൊല്ലത്തുള്ള എസ് പി എല്ലാം വിശദമായിട്ട് അന്വേഷണം നടത്തി സ്റ്റേറ്റ്മെന്റ്സെല്ലാം എടുത്തു. കപ്പലിന്റെ ക്യാപ്റ്റന്റെയും അതുപോലെ കപ്പലിലെ മറ്റ് ജീവനക്കാരുടെയും കപ്പലിലെ മറ്റ് രേഖകളെല്ലാം പരിശോധിച്ച ശേഷം ഈ കേസിൽ ഉൾപ്പെട്ട് ഞങ്ങൾ സംശയിക്കുന്ന സസ്പെക്ട് ചെയ്ത രണ്ടുപേരെ ഇപ്പോൾ കരയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കൊല്ലം പോലീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നടപടിക്രമങ്ങൾ കരയിൽ വെച്ച് കംപ്ലീറ്റ് ചെയ്യും. അത് കൊല്ലം പോലീസ് എന്താ അല്ല ഞങ്ങൾ ഇപ്പോൾ ഇനീഷ്യൽ അന്വേഷണത്തിൽ കണ്ടെത്തിയ രണ്ടുപേരാണ് ഇപ്പോൾ അവരുടെ പേര് ഡയറി കപ്പലിൽ അതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. കപ്പല് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൊണൗൺസിയേഷൻ ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു വൺ മിസ്റ്റർ ലെസ്റ്റോറെ ആൻഡ് വൺ മിസ്റ്റർ ഷെൽവാസൊറെ, ഇവർ രണ്ടുപേരാണ് ഇപ്പം. അതൊരു ഇറ്റാലിയൻ പേരാണ്, പ്രൊണൗൺസിയേഷൻ തെറ്റായിരിക്കും. അവർ രണ്ടുപേരാണ്. കേസ് അന്വേഷിക്കുന്നത് കൊല്ലത്തെ പോലീസാണ്. അപ്പോൾ കൊല്ലത്തിനുള്ള എസ് പിയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് വന്നിട്ടുണ്ട്. അവര് ബാക്കി നടപടിക്രമങ്ങൾ കരയിൽ വെച്ച് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക്. അത് ഞാൻ പറഞ്ഞ ക്ലിയർ ആയിരുന്നു. I've told you they have been taken brought to the land. The formalities has to be done by Kollam police, not by Cochin City police. Cochin City police has been assisting Kollam police. The case has been registered at Kollam. They are here and they will complete the formalities now. So they have been detained as of yes, they are in custody. ഇതെല്ലാം വിശദമായ കേസ് അന്വേഷണത്തിന് ശേഷമേ പറയാൻ കഴിയുള്ളൂ. അല്ല, അങ്ങനെ അതെനിക്ക് അന്വേഷണത്തിൻ്റെ കാര്യത്തിനെ കുറിച്ച് പറയാൻ കഴിയില്ല. കാരണം ഇത് കോടതിയിലൊക്കെ പോകേണ്ട കാര്യങ്ങളാണ്, കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ കോടതിയിൽ വിശദമായിട്ട് അതിന്റെ വാദപ്രതിവാദം ഉണ്ടാവും. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് പറയാനുള്ളത് അവരവിടെ പറയും. അതിന് CRPC prescribes a time limit to be followed. കേസ് അന്വേഷിക്കുന്നത് കൊല്ലം പോലീസാണ്. അപ്പോൾ കേസ് അന്വേഷണം എവിടെയാണോ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള കോടതിയിലാണ് കേസ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ കൊല്ലം ജില്ലയിലാണ് ട്രൈ ചെയ്യുന്നത്. അത് കൊല്ലം പോലീസ് തീരുമാനിക്കും. അത് കൊല്ലം പോലീസ്. Sorry? Did they make any resistance? No, they were cooperative. Initially, since it was a very sensitive matter, we had to take detailed statements, detailed discussion held with them. At no point of time did they create any obstacles for us. They cooperated. What are the charges slapped against them? Case registered is one of murder in Nindavara. It's a 302 case. That will be after investigation. The investigating officers will decide what are sections to be added. കഴിഞ്ഞ ദിവസം ക്യാപ്റ്റനെ എക്സാമിൻ ചെയ്യുന്ന സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. അതുണ്ടാവുമോ? ക്യാപ്റ്റന്റെ അടക്കം എല്ലാവരും മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. കൊല്ലം സിറ്റി പോലീസിലെ ടീമോടുകൊണ്ട് അവർ അന്വേഷണം രജിസ്റ്റർ കഴിഞ്ഞു. അതിൽ കിട്ടിയിട്ടുള്ള വിവരങ്ങളനുസരിച്ച് ബാക്കി അന്വേഷണം നടത്തും. So what are their names and other details of these two accused? The names I read out the details. Names I വായിച്ചു. അത് We can please. one Mr. Lestore and one Mr. Salvatore. That is the English name. Age? That I'm not sure. All right, we just heard from the police confirming that they have taken the captain and the accused crew of the Italian ship into custody. Remember, this comes after a team from the Ministry of External Affairs met Italian diplomats in the capital today over the arrest of the Italian crew accused of killing two Indian fishermen off the Kerala coast. And in fact, this meeting earlier today also came after the foreign minister has publicly asked Italians to cooperate. So after a lot of pressure from both sides, we do know now that the Kochi cops have taken the Italian crew and the captain of that ship into custody. We'll get you more on that.